ദുർഗങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞ് ഭഗവാൻ നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കിടങ്ങുണ്ട്. അതാണ് ആ കിടങ്ങ് കടക്കണം. ആ കിടങ്ങിൽ മുരാസുരൻ എന്ന് പേരായിട്ടുള്ളൊരു അസുരനാണ് താമസിക്കുന്നത്. മുരസ്ത്വാം പഞ്ചാസ്യോ, 5 തലയാണ് അവന്. 5 തലയുള്ള മുരാസുരൻ ജലധിവനമധ്യാ ഉദപതൽ, കിടങ്ങിൽ നിറച്ച് വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് ഭഗവാന്റെ നേർക്ക് എടുത്തു ചാടി. ജലധിവനമധ്യാ ഉദപതൽ. ഭഗവാനോ ചക്രേണ, തൻ്റെ സുദർശന ചക്രം കൊണ്ട് പ്രതളിത ശിരാചക്രേ, അവൻ്റെ ശിരസഞ്ചും ഛേദിച്ചു. മുറിക്കപ്പെട്ട ശിരസ്സുകളോട് ആക്കി തീർന്നു. എത്ര സമയമെടുത്തു? മങ്ഷു വേഗത്തിൽ. ഹേ ഭഗവൻ, അങ്ങയുടെ മാഹാത്മ്യം എത്രയെത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ 5 ദുർഗങ്ങളെ നശിപ്പിച്ച് കിടങ്ങിൽ കിടക്കുന്നതായ മുരാസുരനെ, 5 തലയുള്ളതായ മുരാസുരനെ നശിപ്പിച്ച് അങ്ങ് കൊട്ടാരത്തിലെത്തി. അവിടെ നരകാസുരൻ യുദ്ധത്തിനായിട്ട് വന്നു. ആ നരകാസുരന് കൊണ്ടുവന്നതായ സൈന്യത്തിന് എല്ലാവരെയും വധിച്ച് അവരുടെ രക്തം കൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റി. പ്രാഗ്ജ്യോതിഷം എന്നുള്ള സ്ഥലത്തിന് ശോണിതപുരമാക്കി. രക്തം കൊണ്ട് നിറഞ്ഞ പുരം. ശോണിതപുരം എന്ന് പറയുന്നത് ബാണാസുരൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതാണ് എപ്രകാരം ബാണാസുരൻ ശോണിതപുരത്തുണ്ടോ അതുപോലെ ഈ സ്ഥലം രക്തം കൊണ്ട് നിറഞ്ഞതാക്കി തീർത്തു. ഇതെല്ലാം അങ്ങക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നത്. അല്പം പോലും സമയം വേണ്ട. മങ്ഷു, എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യുന്നു. എന്തൊന്നില്ലാത്ത വേഗതയോടുകൂടി, എന്നാൽ യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഭഗവാൻ ചെയ്യുന്നു. അതാണ്. സാധാരണ യുദ്ധങ്ങൾക്കൊക്കെ കുറച്ച് സമയമെടുക്കും. ഇവിടെ ഒന്നിനും സമയം എടുക്കേണ്ടി വന്നില്ല. ദുർഗങ്ങളെ പൊട്ടിക്കാനോ മുരാസുരനെ വധിക്കാനോ നരകാസുരനെ വധിക്കാനോ. നരകാസുരൻ എങ്ങനെയാണ് വന്ന് ചതുർദന്തൈ ദന്താവളവതി, 4 കൊമ്പൻ ആനകളാണ്. 4 കൊമ്പൻ ആനപ്പുറത്താണ് അവൻ. ദന്താവളവതി, ആനകളുടെ ശ്രേഷ്ഠന്മാർ 4 കൊമ്പൻ ആനകളുടെ മുകളിൽ കയറി ഇന്ദാന സമരം യുദ്ധം തിമർത്തുമുണ്ട്. അവന് രഥാംഗേന ചിത്വ, തൻ്റെ സുദർശന ചക്രം, രഥത്തിൻ്റെ അംഗമാണ് ചക്രം, അതുപോലെയുള്ളതാണ് സുദർശന ചക്രം. അതെറിഞ്ഞ് അവൻ്റെ ശിരസിനെ മുറിച്ച് അവനെ നരകം കടത്തി വിട്ടു. തീർന്ന നരകം, നരകത്തിനെ കടത്തി വിട്ടവനാക്കി തീർത്തു. ഭഗവാൻ എല്ലാവർക്കും മോക്ഷത്തെയാണ് പ്രദാനം ചെയ്യുന്നതെന്നർത്ഥം. ആരോടും ദേഷ്യമില്ലാതെ കണ്ട് എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. ഇത്രയേ ഭഗവാനുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ചുള്ളതായി സ്മരണയുള്ളവരായിരിക്കണം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ചൈതന്യമാണ് ഈ ഭഗവാൻ. ആ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ള മനസ്സിൽ പ്രതിബിംബിച്ചതാണ് നമ്മൾ ഓരോരുത്തരും. ഇത് മനസ്സിലാക്കി ആ ചൈതന്യവുമായി ഒന്നായി തീരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ആ ശ്രമത്തിൽ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവന്മാരെന്നോ
അസുരന്മാരെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഭഗവാൻ എല്ലാവർക്കും മോക്ഷത്തെ പ്രദാനം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇതവിടെ എങ്ങനെ മോക്ഷം? അകരോസ്തീർണ നരകം, നരകത്തിനെ കടത്തിവിട്ടു. അതായത് അവൻ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേർന്നു. ഇനിയൊരു ജന്മം, പുനർജന്മം ഇല്ലാത്തവനായി തീർന്നു എന്നർത്ഥം. എപ്പോഴാണോ തൻ്റെ പുത്രനെ വധിച്ചത്, ആസുരഭാവമാണ് നരകാസുരനെങ്കിലും തൻ്റെ പുത്രനാണല്ലോ, ഭൂമിദേവി അവിടെ വന്നു. അത് 8-ാം ശ്ലോകത്തിൽ പറയുന്നു. സുതോ ഭൂമിയ, ഭൂമിദേവി വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, നരകാസുരൻ ദുഷ്ടനായിരുന്നെങ്കിലും ഇവൻ പുത്രൻ ഭഗദത്തൻ, ഇവിടെ പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, ഉണ്ട് പറഞ്ഞിട്ടില്ല, ഭഗദത്തൻ. ഇവൻ ഈ പുത്രനെ രാജാവാക്കണം എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. സുതോ ഭൂമ്യ രാജ്യം സവതി ഭഗദത്തേ അസ്യതനയെ, അവൻ്റെ പുത്രനായിരിക്കുന്ന ആ ഭഗദത്തന് രാജ്യത്തിനെ കൊടുത്തു. പിന്നെന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഗജം ചൈകം, 64 ആനകളുണ്ടെന്ന് അവരുടെ ഒരാനയെ കൊടുത്തു. ബാക്കി 63 ആനകളെയും ദ്വാരകയിലേക്ക് അയച്ചു. പ്രജിഘയിത നാഗാൻ നിജപുരിയും, നാഗാൻ ആനകളെ തൻ്റെ പുരത്തിലേക്ക് അയച്ചു. എന്നു മാത്രമല്ല, ആ ദുഷ്ടൻ അനേകം രാജ്യങ്ങളിൽ പോയി രാജാക്കന്മാരെ തോൽപ്പിച്ച് അവിടെ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്നിരിക്കുകയാണ്, ചെറുപ്പക്കാരികളായ സ്ത്രീകളെ. അവരെല്ലാവരെയും പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി കല്യാണം കഴിക്കാൻ, വിവാഹം ചെയ്യാൻ വേണ്ടി. പക്ഷെ അവന് ആരെയും തൊടാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? അതിനൊരു ശാപമുണ്ട്. പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കണ്ട് തൊട്ടാൽ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആരെയും തൊടാൻ സാധിച്ചില്ല. ഖലേന ആബദ്ധാനം, ഖലൻ അവൻ ദുഷ്ടനാണ്. ആ ദുഷ്ടനായ അവനാൽ കെട്ടപ്പെട്ടിട്ടുള്ള ആ കുട്ടികൾ അനേകം രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ചു കൊണ്ടുവന്ന 16,000 രാജകുമാരിമാർ, അവരൊക്കെ സ്വഗത മനസാം ഭഗവാനിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചിരിക്കുകയാണ്, വിഷ്ണുവിൽ മനസ്സർപ്പിച്ചിരിക്കുകയാണ്. സ്വഗത മനസാം ഷോഡശ പുനഃസഹസ്രാണി, 16,000 സ്ത്രീണാം അവരെ മോചിപ്പിച്ചു, അവരെ കുളിപ്പിച്ചു, അവർക്ക് നല്ല വസ്ത്രം കൊടുപ്പിച്ചു, ആഹാരമെല്ലാം കൊടുപ്പിച്ച് അവരെയും ദ്വാരകയിലേക്ക് അയക്കുകയാണ്. മാത്രമാണോ? അല്ല, ധനരാശിം ച വിപുലം. ഈ 16,000 രാജ്യങ്ങളിലെ രാജാക്കന്മാരെ തോൽപ്പിച്ചുള്ള പണം കിട്ടിയിട്ടുണ്ട്. ആ പണം മുഴുവൻ ഭഗവാൻ എടുത്തു. വിപുലമായ ആ ധനക്കൂട്ടത്തിനെയും എടുത്തു, എല്ലാം. അപ്പോൾ ആനകളെ, ധനത്തിന്, ഈ 16,000 രാജകുമാരിമാരെ എല്ലാവരെയും രഥങ്ങളിൽ കയറ്റി ഭഗവാൻ ദ്വാരകയിലേക്ക് അയക്കുകയുണ്ടായി. ആര് ഭഗവാനെ ഭജിക്കുന്നുവോ അവരെ ഭഗവാൻ രക്ഷിക്കും. അതാണ് ഈ കുട്ടികളുടെ മനസ്സിലെല്ലാം ഭഗവാൻ എൻ്റെ ഭർത്താവായി വരണം എന്നുള്ളതായ ആഗ്രഹമുണ്ടായിരുന്നു. അവരെല്ലാവരെയും സ്വീകരിച്ചു.
പക്ഷേ കുറച്ചു കാലം ഇവൻ്റെ ആ കാരാഗൃഹത്തിൽ അവർക്ക് കഴിയേണ്ടി വന്നു. എന്തെങ്കിലും ദുഷ്കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അതിന് കാരണമായിരിക്കാം, അത് കാരണമായിരിക്കാം അവർക്ക് ആ വിധത്തിൽ നിന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഭഗവാൻ അവരെല്ലാവരെയും സ്വീകരിച്ചു. ഭൂമിദേവി അതിഥിയുടെ കുണ്ടലങ്ങളാണല്ലോ നരകാസുരൻ കട്ടുകൊണ്ടിരുന്നത്, അതിനെ കൊണ്ടുവന്ന് ഭഗവാൻ സമർപ്പിച്ചു. വരുണൻ്റെ വെൺകൊറ്റക്കുടയെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അപ്പോൾ അതിഥിയുടെ ദേവമാതാവല്ലേ, അത് താൻ തന്നെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ്.